നമസ്കാരം. എൻ്റെ സഹോദരി തുല്യമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. ചേച്ചി കണ്ടാന്ന് എനിക്കറിയത്തില്ല. ഇത് മറ്റേ ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ വീഡിയോ ആണ്. അവര് പ്രഗ്നന്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ നാണക്കേടാണ്. കാരണം നമ്മൾ സ്ത്രീകൾക്ക് കൂടി നാണക്കേടാകുന്ന രീതിയിലാണ് ഇവരുടെ സംസാരവും പെരുമാറ്റവും. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിപ്പെട്ട ആള് നമുക്കറിയാം, സയന്റിഫിക്കലി ഒരു പുരുഷന് പ്രഗ്നന്റ് ആവുന്നുള്ളത് ഇനി അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പോലും പ്രഗ്നന്റ് ആവാന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. പിന്നെ എന്തിനാണ് അവരിങ്ങനെ പറഞ്ഞെടുക്കുന്നത് ഈ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്? അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യൂ ചേച്ചി. കുറേ നാളുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു പ്രഹസനമാണ് ജാസി എന്ന വ്യക്തിയുടെ ഗർഭധാരണം. ജാസി എന്ന വ്യക്തിയെ കുറച്ച് പേർക്കെങ്കിലും അറിയാം, സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് എനിക്കും പരിചയമുണ്ട്. ഇയാൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് വ്യക്തതയില്ല. പക്ഷേ ഏതായാലും ഒന്നറിയാം, ആദ്യം ഇയാൾ ഒരു പുരുഷന്റെ രൂപത്തിൽ, ജന്മന ഇയാൾ ഒരു പുരുഷനായിരുന്നു. പുരുഷന്റെ രൂപത്തിൽ തന്നെയുള്ള വീഡിയോസൊക്കെ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൊത്തത്തിൽ ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിലേക്ക് മാറുകയായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ്. ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ് പുള്ളിക്കുള്ളത് എന്നത് അയാൾ തിരിച്ചറിഞ്ഞ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ് ഒരു സ്ത്രീയെ. അപ്പോൾ തൻ്റെ മനസ്സ് ഒരു പെണ്ണിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഡിവോഴ്സ് ചെയ്ത് ഇപ്പോൾ മറ്റൊരു പുരുഷന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അതൊക്കെ അവരുടെ കാര്യം. ഇതിലൊന്നും ഇതുവരെ നമ്മൾ ആരും ഇടപെട്ടില്ല. ഒരു ക്ഷേത്രത്തിലുമൊക്കെ കയറി എന്തൊക്കെയോ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവം നടക്കുന്നത്, ഇയാൾ താൻ ഗർഭിണിയാണ് എന്ന് പല വേദികളിലും ചെന്ന് ആൾക്കൂട്ടങ്ങളിലുമൊക്കെ ചെന്ന് അവകാശപ്പെടുകയാണ്. അതുകൂടാതെ ചെക്കപ്പ് കഴിഞ്ഞു, 5-ാം മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞു എന്നൊക്കെ എവിടെ ഒരു ബ്യൂട്ടി പാർലറിലോ മറ്റോ ആണ് അവിടെ ചെന്ന് കിടന്നിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കത് കാണുമ്പോഴേ അറിയാം അത് പാർലറാണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്, ചെക്കപ്പ് കഴിഞ്ഞു. ചെക്കപ്പ് കഴിഞ്ഞോ? എന്നിട്ട് വയറൊക്കെ എന്തോ വെച്ച് കെട്ടിയിട്ടുള്ള ഫോട്ടോകളൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ചിലപ്പോൾ ഇതൊക്കെ ഒരു സ്ത്രീ എന്നുള്ള മൈൻഡിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ആയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ ആ വിവാഹം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ടാകാത്ത സ്ത്രീകൾ വരെ ഇത്തരത്തിൽ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. അല്ലെങ്കിൽ മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ പൊന്തിച്ച് നിൽക്കാൻ കണക്കിന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാറൊക്കെ ഉണ്ട്. അത് അവരെ അങ്ങനെ കാണാൻ ഉള്ള അവരുടെ ഒരു മോഹം കൊണ്ട് അവർ ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത്, ഇയാൾ ഒരു പുരുഷനാണ് എന്ന് ഇയാൾക്കും അറിയാം, ലോകത്തിലുള്ള സകല ആളുകൾക്കും അറിയാം. ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു മെൻസ്ട്രുവേഷൻ എന്നുള്ള ഒരു സംഭവം നടക്കാത്ത ഒരു ശരീരത്തിൽ ഒരു ഗർഭധാരണം സാധാരണഗതിയിൽ സാധ്യമല്ലെന്നും നമുക്കറിയാം. അല്ലെങ്കിൽ ഇയാളുടെ ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ ഇയാളുടെ സ്പേം എടുത്തിട്ട് അതിനുള്ള സാധന സാമഗ്രികളൊക്കെ ഉള്ള ഇടങ്ങളിൽ അതൊക്കെ സാധ്യമായേക്കും. പക്ഷേ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ടും സ്ത്രീ എന്ന ഒരു വിഭാഗത്തെ, എനിക്ക് മെസ്സേജ് അയച്ച കുട്ടി പോലും ഒരു ഗർഭധാരണമോ പ്രസവമോ ഒന്നും കഴിയാത്ത കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ അരോചകമാകുന്ന വിധത്തിലുള്ള പ്രഹസനങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. എല്ലായിടത്തും ചെന്ന് ഞാൻ ഗർഭിണിയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട, ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറയുകയാണ്. പക്ഷേ ഇയാൾ അവസാനം എവിടെയോ ഒരിടത്ത് ചോദ്യങ്ങളെ നേരിടാൻ പറ്റാതെ വന്നപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അവസാനം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള നീക്കമാണെന്ന്. വളരെ നല്ല തീരുമാനമാണ്. സാമ്പത്തികമായിട്ടും മറ്റെല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ, നല്ല ഒരു മനസ്സ്, കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ശേഷി നമുക്കുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതൊന്നും ഇങ്ങനെ പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടലുകളും നടത്തി കുറേ ആളുകളെ ബുദ്ധിമുട്ടിച്ച്, കുറേ ആളുകളിൽ വിഷമമുണ്ടാക്കി, ഇറിറ്റേറ്റ് ചെയ്ത് സ്വയം കോമാളിയായല്ല. അത് വളരെ പവിത്രമായിട്ടുള്ള വലിയൊരു കാര്യമാണ്, ഗൗരവമുള്ള ഒരു കാര്യമാണ്. അനാഥത്വം അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് സകല സാഹചര്യങ്ങളും നൽകി അതിനെ വളർത്തി പരിപോഷിപ്പിച്ച് സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരാളാക്കി, ഒരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളത് നിസ്സാര കാര്യമേ അല്ല. അപ്പോൾ ഒരു വലിയ കാര്യം ചെയ്യാൻ നിങ്ങൾ തുനിയുന്നു, ആ കാര്യത്തിൻ്റെ നന്മ പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കോമാളിത്തരങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ വളരെ ബുദ്ധിമുട്ടിയൊക്കെ പ്രഗ്നൻസി കടന്നു പോകുന്നവരുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അല്ല, ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ഒരു ഗർഭധാരണം എന്ന് പറയുന്നത്. ആദ്യ മാസം മുതൽ ബെഡിൽ നിന്ന് അനങ്ങാൻ കഴിയാതെ ഫുൾ ബെഡ് റെസ്റ്റിൽ, കഴിക്കുന്നതെല്ലാം ഛർദ്ദിച്ച്, ഒന്നും കഴിക്കാൻ പറ്റാതെ, പ്രസവിക്കാനുള്ള ശേഷി പോലും ശരീരത്തിന് ഇല്ലാതെയൊക്കെ ആവുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ വളരെ ദിവ്യമായിട്ട് ആളുകൾ കാണുന്ന, ഒരുപാട് ഗൗരവത്തോടെ ആളുകൾ കാണുന്ന ഒരു കാര്യത്തെ
അത് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളുടെ റീച്ചിന് വേണ്ടിയോ നിങ്ങൾ വേറിട്ട് നിൽക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ്. സമൂഹത്തിനോട് നമുക്ക് ചില ബാധ്യതകളൊക്കെ ഉണ്ട്. നിങ്ങളൊരു സാമൂഹ്യ ജീവിയല്ലേ, ഈ മനുഷ്യനോടാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് സ്ത്രീകളുടെ വേഷത്തിൽ സ്ത്രീകളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, പണം സമ്പാദിക്കുന്നുണ്ടായിരിക്കാം, നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നില്ലേ? അതൊക്കെ നമ്മുടെ നാട്ടിൽ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ ദുരുപയോഗപ്പെടുത്തരുത്. എന്തും ചെയ്യാം, അത് എൻ്റെ ഇഷ്ടമല്ലേ എന്ന് നിങ്ങളൊരു വീഡിയോയിൽ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. അതും കൂടെ കേട്ടപ്പോഴാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് കർക്കശമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എനിക്കിഷ്ടമുള്ളത് പറയും. ഞാനൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോകുന്നു, അതുവരെ ആ ഒരു 9 മാസം വരെ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ വയറ് കെട്ടി വെച്ചുകൊണ്ട് നടക്കും, ഞാൻ ഗർഭിണിയാണെന്ന് പറയും. എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി ആവും. ഞാൻ പലതും പറയും, പലതും ചെയ്യാതെ എന്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും കേട്ട് ഇവർ കുറയ്ക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരുന്നില്ല. അപ്പോൾ ഇവർക്ക് എന്ത് പറയാനും ഇവർക്കൊരു മനസ്സുറപ്പൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എന്തുമായിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിലേക്ക് എത്തിയ ആളുകളാണ് ഇവരൊക്കെ. അറിയാം, ഇവരെക്കുറിച്ചൊക്കെ നമ്മളൊരു പരിധിക്കപ്പുറം സംസാരിച്ചിട്ടും പ്രയോജനമില്ലെന്ന് പറയാം. പക്ഷേ ഒരു വിഭാഗത്തെ മുഴുവനല്ല, ഒരു വൈകാരികതയെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ, ആക്ഷേപിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ കോമാളിത്തരങ്ങൾ മാറുമ്പോൾ നമുക്കിങ്ങനെ പ്രതികരിക്കേണ്ടതായിട്ട് വരും. അത് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതല്ല. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരോടൊക്കെ വളരെ അധികം ബഹുമാനമുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ചിലർക്ക് ജനിച്ചു കഴിഞ്ഞ് സ്വന്തം ജന്മന അവർക്കുള്ള സെക്സ് ആയിരിക്കില്ല. അവർ റിയലൈസ് ചെയ്യും, എനിക്കൊരാണായിട്ട് ജനിച്ചെങ്കിലും എനിക്കൊരു പെണ്ണിൻ്റെ മൈൻഡാണ്, സ്ത്രീകളുടേതായിട്ടുള്ള ഇഷ്ടമാണ്, എനിക്ക് സ്ത്രീകളുടെ ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹം, അവരൊരുങ്ങുന്നത് പോലെ ഒരുങ്ങാൻ ആഗ്രഹം. ശരി, അങ്ങനെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ചില സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ജീവിക്കുന്നതാണ് ഇഷ്ടം, നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ. പക്ഷെ അവിടേക്ക് ചെന്നതിന് ശേഷം അവിടെയുള്ള സംഭവങ്ങളെ, അതും തീർത്തും പവിത്രമായ സാധനങ്ങളെ ചൂഷണം ചെയ്യരുത്, വളരെ മോശമാക്കരുത്. അപ്പോൾ ഒരിക്കലും സയൻറ്റിഫിക്കലി ബയോളജിക്കലി പോസിബിൾ അല്ലാത്ത ഒരു കാര്യം സാധിച്ചു എന്നുള്ള രീതിയിൽ മാറി മാറി പലയിടങ്ങളിൽ നടന്ന് നിങ്ങളിങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്നവരിൽ സ്ത്രീകളുമുണ്ട്. ഇതൊക്കെ അനുഭവിച്ചവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമൊക്കെ ഉണ്ട്, മക്കളെ പ്രസവിച്ച് വളർത്തുന്നവരുമൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ മുഴുവൻ നോക്കുകുത്തികളാക്കി നിങ്ങളിങ്ങനെ തുടരരുത് എന്നൊരു അപേക്ഷയുണ്ട്. ഇത് മാത്രമല്ല, വേറൊരു ഐറ്റം ഞാൻ കണ്ടു. പോലീസ് യൂണിഫോമാണ്. ഈ ആറാട്ടണ്ണൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ആറാടിക്കൊണ്ടിരുന്ന, ഇപ്പോൾ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അയാൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് പുതിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെ. നേരത്തെ എന്തെങ്കിലും സിനിമയുടെയൊക്കെ റിവ്യൂ പറഞ്ഞ് സിനിമകളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ വായിൽ വരുന്ന മണ്ടത്തരമൊക്കെ പറഞ്ഞായിരുന്നു ഇയാൾ സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ നേടിക്കൊണ്ടിരുന്നത്. ഇയാൾ തന്നെ പറഞ്ഞു, ഇടയ്ക്ക് ഇയാൾ പറഞ്ഞ ഇയാൾക്ക് ക്യാൻസർ ആണെന്ന്. ജനങ്ങൾ ഇയാളെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആളാണ് ഈ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. അയാളിപ്പോൾ പോലീസ് യൂണിഫോമിനെ ഇതിനപ്പുറം അവഹേളിക്കാനുണ്ടോ, ഇൻസൾട്ട് ചെയ്യാനുണ്ടോ? ഓരോ യൂണിഫോമിനും അതിൻ്റേതായിട്ടുള്ള രീതിയില്ലേ. ഇങ്ങേറ്റം നമ്മൾ സ്കൂളിൽ ഒരു കുട്ടി പഠിക്കുമ്പോൾ അത് യൂണിഫോം ഇടുന്നതിന് തന്നെ ഒരു രീതിയില്ലേ. അയാൾ അറിയാതെ അങ്ങനെ ചെയ്യുന്നതല്ല. ആ തൊപ്പി വെക്കേണ്ടത് അങ്ങനെയല്ല, യൂണിഫോമിൻ്റെ പാൻറ് ഇടേണ്ടതും ബെൽറ്റ് ഇടേണ്ടതും തോക്ക് വെക്കേണ്ടതും അവിടെയല്ല, ഇതൊക്കെ ഇയാൾക്ക് അറിയാം. ഇയാൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. വിദ്യാഭ്യാസം തമ്മിൽ ബന്ധമില്ല, അത് വേറെ കാര്യം. എന്നാലും പറയുകയാണ്, അറിയാതെയല്ല ചെയ്യുന്നത്, ശ്രദ്ധിക്കണം. നല്ല നീറ്റായിട്ട് ചെയ്യേണ്ടതുപോലെ ഒരു പോലീസ് വേഷമൊക്കെ ധരിച്ച് ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചാൽ അത്രത്തോളം ശ്രദ്ധിക്കപ്പെടില്ല. ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിച്ചാൽ ആളുകൾ ശ്രദ്ധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഒരു യൂണിഫോമിനെ പോലും അവഹേളിക്കാൻ ഇയാളൊക്കെ തയ്യാറാകുന്നത്. ഇയാൾ മാത്രമല്ല, പലരും ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ വായുടെ അകത്ത് ശരിക്ക് വെക്കാതെ ചുണ്ടിൻ്റെ അവിടെ വരെത്തിച്ച് കുറേ താഴെ കളഞ്ഞ് കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും, ഇവൻ എന്താ ഈ കാണിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നല്ലത് ചെയ്തും നന്മ പറഞ്ഞു ഒന്നും തന്നെ ശ്രദ്ധിക്കപ്പെടണമെന്ന് ആളുകൾക്ക് ഇപ്പോൾ യാതൊരു നിർബന്ധവും ഇല്ല. എങ്ങനെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടാൽ മതി, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചു പോയാൽ മതി. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന, കോമാളിത്തരങ്ങൾ മാത്രം കാട്ടിക്കൂട്ടുന്ന ആളുകളെ അംഗീകരിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. ഇവർക്കൊക്കെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ അസോസിയേഷനുകളുടെ അവാർഡുകൾ കിട്ടുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ ചേർത്ത് നിർത്താനും, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്താലും നിനക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കാനും ആളുകൾ ഉള്ളിടത്തോളം കാലം ഇവർ ഈ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് മെനക്കെട്ട് ഞാൻ സംസാരിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നമ്മൾ ശാരീരികമായിട്ട് നാച്ചുറലി നമ്മളൊരു പുരുഷനാണ് അല്ലെങ്കിൽ നമ്മളൊരു സ്ത്രീയാണ് എന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിനെ കേട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് മാറുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നാച്ചുറലി അങ്ങനെ ആയിരിക്കുന്ന ആളുകളോട് നമ്മൾ കാണിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ആ ഒരു സ്ത്രീത്വത്തിനോട്
അതിനെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്നൊന്നും ആരെയും പഠിപ്പിച്ചു കൊടുക്കണ്ട. പുറമേ നിന്ന് സല്യൂട്ട് ചെയ്യാനോ സ്ത്രീകളെ കാണുമ്പോൾ കാലിൽ വീഴാനോ അല്ലെങ്കിൽ മെൻസസ് ആകുന്ന സ്ത്രീകളെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കാനോ അതൊന്നുമല്ല പറയുന്നത്. പക്ഷെ നമ്മൾ അതിനെ അവഹേളിക്കാതിരിക്കുക. ഇതൊക്കെ നാച്ചുറലി അനുഭവിക്കുന്നവരുണ്ട്, അവരതിൻ്റെ ബുദ്ധിമുട്ടുകളും പേറിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പ്രത്യേക പവിത്രതയും പരിശുദ്ധിയും കൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള വൈകാരികമായിട്ടുള്ള ഒരു പക്വത കൂടി ഉണ്ടെങ്കിലേ നിങ്ങൾ ഈ ഒരു ജെൻഡർ ആണ് എന്ന് സ്വയം ഉറപ്പിക്കാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്തരം കാട്ടിക്കൂട്ടലുകളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് അവരുടെ അവകാശമല്ലേ, അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിച്ചോട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അത് എന്താണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും.